ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ഹോംലി കുക്ക്. നല്ല സോഫ്റ്റ് പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു കപ്പിൽ 2 കപ്പ് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നല്ല നൈസായിട്ടുള്ള പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുന്ന പൊടി തന്നെയാണിത്. പുട്ടുപൊടി വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് പൊടിക്ക് ഞാനിവിടെ 2.5 ഗ്ലാസ് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ പോവാണ്. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിനി പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തിളച്ച വെള്ളം നമുക്ക് പൊടിയിലേക്ക് കുറച്ച് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. ഉണ്ടല്ലേ, ഇതുപോലെ. ഇനി നന്നായിട്ട് പൊടിയുടെ എല്ലാ സ്ഥലത്തും ചെല്ലുന്നത് വരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉണ്ടല്ലേ, ഞാൻ 2.5 കപ്പ് വെള്ളം കംപ്ലീറ്റ് ഇതിനകത്തേക്ക് ചേർത്തിട്ടില്ല. എനിക്ക് ബാലൻസ് ഉണ്ട്. അത് ഓരോ പൊടിയുടെ ഇതനുസരിച്ചിരിക്കും അതിന് വെള്ളം ചേർക്കേണ്ടത്. അപ്പം നിങ്ങളുടെ അടുത്ത് എങ്ങനത്തെ ഉള്ള പൊടിയാണോ അതനുസരിച്ച് വെള്ളം ചേർക്കണം. എനിക്കിപ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ വേണം. ഇത് ഞാൻ വീട്ടിൽ തന്നെ ചെയ്തെടുത്ത പൊടിയാണ്. അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് കൂടുതൽ വെള്ളം ആവശ്യമുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏത് പൊടിയാണോ ഉള്ളത് അതിനനുസരിച്ച് വെള്ളം എടുക്കുക. അപ്പോൾ നിങ്ങളുടെ പൊടിക്ക് എത്ര വെള്ളം വേണമെന്നുള്ളത് കറക്റ്റ് മെഷർ ചെയ്ത് കണ്ടു വച്ചിരുന്നാൽ എപ്പോൾ പുട്ടുണ്ടാക്കുമ്പോഴും കറക്റ്റ് നനവിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാറണം. അപ്പോൾ ഇത് പൊടി നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ചില പൊടികൾ ചൂടാറി കഴിയുമ്പോൾ വല്ലാതെ നനഞ്ഞിട്ടില്ലാത്തതുപോലെ തോന്നും. അപ്പോൾ അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം തന്നെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. അങ്ങനത്തെ പൊടി വെച്ച് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്ത് പലഹാരം ഉണ്ടാക്കിയാലും ചിലപ്പോൾ കുറച്ച് സോഫ്റ്റ് നമുക്ക് ഉദ്ദേശിച്ച മാതിരി കിട്ടില്ല. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇത് മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ ചേർത്ത് ഒന്ന് അടിച്ചെടുക്കണം. കണ്ടില്ലേ, ഇത്ര ചേർത്തിട്ടുള്ളൂ. നമുക്കൊന്ന് അടിച്ചെടുക്കാം. വല്ലാതെ അടിക്കാൻ പാടില്ല. ഇതുപോലെ 2-3 പ്രാവശ്യം ഒന്ന് അടിച്ചെടുക്കുക. അല്ലാതെ സ്പീഡിലിട്ട് അടിച്ചാൽ നല്ല കട്ടയായി പോകും. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഉണ്ടല്ലേ, പൊടി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ. ഇപ്പോൾ നന്നായിട്ട് കറക്റ്റാണ് എല്ലാം. വെള്ളം കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ പൊടി നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ പൊടി ലൂസായിട്ട് വരണമുണ്ട്, കട്ട പിടിക്കുന്നില്ല. അപ്പോൾ അതാണ് അതിൻ്റെ പരുവം. ഇത് നമുക്കിനി സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുടത്തിലേക്ക് ഞാൻ വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം കുറച്ച് അധികം ഒഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ പുട്ട് ചെയ്ത് വരുന്ന സമയത്ത് വെള്ളം പറ്റി കുട ആകെ നാശമാവും. അതുകൊണ്ട് കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഫസ്റ്റ് ചില്ലിട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് പൊടി ചേർക്കാം. ഇനി കുറച്ച് തേങ്ങ ചേർക്കാം. പൊടി നമ്മൾ ചേർക്കുമ്പോൾ നല്ലതായിട്ട് ലൂസായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ പ്രസ് ചെയ്ത് ഇട്ട് കൊടുക്കാൻ പാടില്ല. ലാസ്റ്റ് കുറച്ചുകൂടെ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ആവിയേറ്റി എടുക്കണം. ഇതിലിപ്പോൾ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊരു 1.5 അല്ലെങ്കിൽ 2 മിനിറ്റ് ഒന്ന് ആവി നന്നായിട്ട് വന്നോട്ടെ. എന്നാലാണ് ശരിക്ക് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി പുട്ട് അതിനകത്ത് നിന്ന് എടുക്കാം. അപ്പോൾ
അപ്പോൾ നല്ല സോഫ്റ്റ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്